വീടിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ. 3 നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് യേശു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. 1, നഷ്ടപ്പെട്ടു പോയ മകൻ, നഷ്ടപ്പെട്ടു പോയ ആട്, നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ. ഈ 3ലും വെച്ച് ഈ ദ്രഹ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ദ്രഹ്മ മാത്രമാണ് അതിൽ ജീവനില്ലാത്ത വസ്തു. എന്താണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത? അതിൽ ഒരു സ്വരൂപവും മേലെഴുത്തുമുണ്ട്. ഇതെപ്പോൾ നഷ്ടപ്പെട്ടു പോയാലും ഇത് തിരികെ ലഭിച്ചാൽ അതിൻ്റെ മൂല്യം അപ്പോഴും അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് നഷ്ടപ്പെട്ടു പോയത് കാട്ടിലോ മറ്റെവിടെയെങ്കിലും ദൂരസ്ഥലത്തുമില്ല. അത് നഷ്ടപ്പെട്ടു പോയത് വീടിനുള്ളിൽ തന്നെയാണ്. മൂല്യവത്തായ ഒന്ന് നമ്മുടെ വീടുകളിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഈ ദ്രഹ്മയ്ക്ക് ജീവനില്ലാത്തത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധ്യം ആ ദ്രഹ്മയ്ക്കില്ല. നമ്മുടെ സഭകളിൽ, നമ്മുടെ വീടുകളിൽ പ്രയോജനപ്പെടേണ്ട മൂല്യമുള്ള ആളുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർ നഷ്ടപ്പെട്ടു പോയി എന്നവർക്ക് കൃത്യമായി തിരിച്ചറിയില്ല. അവർ പ്രയോജനപ്പെടേണ്ടവരാണ്, ഉപകാരപ്രദമായി തീരേണ്ട ആളുകളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എവിടെയാണ് നമുക്കവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നത്? ആ സ്ത്രീ ഒരു വിളക്ക് കത്തിച്ച് ആ വീട് മുഴുവൻ അടിച്ചു വാരുകയാണ്. ദൈവവചനത്തിൻ്റെ ദീപ്തമായ പ്രകാശത്തിൽ മാത്രമേ നമുക്കവരെ മടക്കി കൊണ്ടുവരാൻ കഴിയൂ. അവൾ റിസർച്ച് ചെയ്തു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭവനം മുഴുവൻ തിരഞ്ഞു. നമുക്കവരെ സെർച്ച് ചെയ്യാം. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ യൗവനക്കാരെ കണ്ടെത്താം. അവർ ഏറ്റവും മൂല്യമുള്ള വിലയേറിയ ദ്രഹ്മകളാണ്. അവരെ ഈ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ വീടിനുള്ളിൽ ഇനിയും മൂല്യമുള്ള ദ്രഹ്മകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ.